അല്ല, ഞാൻ ആർക്ക് വോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഏരിയയിലുള്ള സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിനല്ല പിന്നെ ആർക്ക് വോട്ട് ചെയ്യാം. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ആവശ്യമാണ്. ചിന്തനെ കുറച്ചധികം ശ്രദ്ധിച്ചു വേണം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? നിങ്ങളുടെ വോട്ട് ആർക്കാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു. വോട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഏറ്റവും ആദ്യം വരുന്നൊരു കാര്യം പാർട്ടിയായിരിക്കും. ഏത് പാർട്ടിയെയാണോ ഞാൻ വിശ്വസിക്കുന്നത് ആ പാർട്ടിയിൽ ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും 90% ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അവൈലബിലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത്. ഒരു മണ്ഡലത്തിലേക്ക് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം അദ്ദേഹം അവിടെ അവൈലബിൾ ആയിരിക്കുക, അദ്ദേഹം അവിടെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക, ആ മണ്ഡലത്തോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക, അവിടെ വരുന്ന ഒരു വികസനത്തിൽ ആൾക്ക് പേഴ്സണലി സന്തോഷം ഉണ്ടാവുക, ഇതൊക്കെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പേഴ്സണലി അവൈലബിൾ ആയിട്ടുള്ള ഒരാളെ തന്നെ സെലക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷേ ഏത് തരം മണ്ഡലം എന്നുള്ളത് കൂടി പ്രധാനമാണ്. ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ അയാളവിടെ വേണം. കാരണം വളരെ ഗ്രൗണ്ട് ലെവലിലായ കുറേ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ അയാളവിടെ വേണം. ഇത് ഒരു നിയമസഭാ മണ്ഡലമാകുമ്പോൾ ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല, പാർലമെൻറ്റ് മണ്ഡലമാകുമ്പോൾ അത്രയും വേണ്ടി വരില്ല. അപ്പോൾ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ കൂടുതലും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളാണ് പരിഗണിക്കാറുള്ളത്. നിയമസഭാ മണ്ഡലമാകുമ്പോൾ സംസ്ഥാനതല വിഷയങ്ങളാണ് കൂടുതൽ പരിഗണിക്കാറുള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥികളും MLA-മാരൊക്കെ താരതമ്യേന മണ്ഡലത്തിൽ അവൈലബിളാണ്. എല്ലാ വിവാഹത്തിനും മരണത്തിനൊക്കെ അവർ അവൈലബിളാണ്. എന്നാൽ കാര്യമായ വികസനമോ മറ്റു പ്രവർത്തനങ്ങളോ ഗൈഡ് ലൈൻസോ ഒന്നും കൊടുക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഒരാൾ 24 മണിക്കൂർ മണ്ഡലത്തിൽ ഉണ്ടായതുകൊണ്ടും കാര്യമില്ല. സ്ഥിരം നമ്മൾ അവൈലബിൾ ആയിട്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ MLA-മാർക്ക് ശമ്പളമുണ്ട്. അവർ പിന്നെ പറയും ഞാനിനി ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് അതൊന്നും ഞാൻ ഇനിയില്ല, ഫുൾ ടൈം ഞാൻ ഈ മണ്ഡലത്തിന് വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമാണെന്ന് തോന്നുന്നു. അവർക്ക് അവരുടേതായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഒരു വരുമാനമായിട്ട് തുറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലൊരു കറക്ഷൻ ഇല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. അവരിപ്പോൾ ദൂരെ ആണെങ്കിലും വർക്കിലാണെങ്കിലും ബൈ ഫോൺ അവർക്ക് സംസാരിക്കാം. അവരൊരു ലീഡർ എന്ന നിലയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ മണ്ഡലത്തിൽ ഈ കാര്യം ചെയ്തു കൊടുക്കണം, അവർക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തുള്ളത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഈ സ്ഥാനാർത്ഥികളൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് അവർക്ക് തന്നെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അല്ല, അവർക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്ന അടുത്ത ഇലക്ഷൻ ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് അവരിപ്പോൾ അവൈലബിലിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ നോക്കുകയാണെങ്കിൽ 100% ആ നാട്ടിലുള്ള ഒരു വ്യക്തി, അതേ സാർ പറഞ്ഞ പോലെ വികസനമൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എല്ലായിടത്തും അദ്ദേഹം കാണും. അപ്പോൾ ഇപ്പം നോർമൽ ഒരു വ്യക്തി സാധാരണക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചോദിക്കുക, ഞങ്ങളുടെ MLA എല്ലായിടത്തും ഉണ്ടല്ലോ, അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹം ഉണ്ട്, നമ്മുടെ തോൾ കൈയിട്ട് നടക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറയാറുണ്ട്. ഇലക്ഷന് വരുമ്പോൾ സാധാരണക്കാരന് കൃത്യമായുള്ള വോട്ട് അവിടെ ഉണ്ടാവും, കൂടുതൽ ചിന്തിക്കുന്നവർ കുറച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണ് ഇപ്പോൾ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ജയിച്ച് കയറിയിട്ടുള്ളത്. ഒരു മണ്ഡലത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഒരു വീട്ടിലെ അച്ഛനെ പോലെയാണ്. അച്ഛൻ എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള അച്ഛനോടാണോ, അതല്ല കൃത്യസമയത്ത് പുറത്തു പോയി ജോലിയൊക്കെ എടുത്ത് സമ്പാദിക്കുകയും വീടിനെ ഗൈഡ് ചെയ്യുകയും വീടിനെ ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അച്ഛനോടാണോ മക്കൾക്ക് ഒക്കെ കൂടുതൽ ബഹുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അവൈലബിലിറ്റിയേക്കാൾ കൂടുതൽ എഫക്റ്റീവായി മണ്ഡലത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർക്ക് ഒരു ജോലി ഉണ്ടാവുക, ബിസിനസ് ഉണ്ടാവുക, അവരുടെ രാഷ്ട്രീയ ജീവിതവുമായി കോൺഫ്ലിക്റ്റ് ആവാത്ത, ഇൻട്രസ്റ്റുകൾ കോൺഫ്ലിക്റ്റ് ആവാത്ത ഒരു ഏർപ്പാടുണ്ടാവുക എന്നുള്ളത് വളരെ നല്ല സംഗതിയാണ്. നമ്മുടെ ഹോച്ചിമിൻ, വിയറ്റ്നാമിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ഹോച്ചിമിൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ പാർലമെൻറ്റ് അംഗങ്ങളുമായി മീറ്റിംഗ് നടത്തി, പൊളിറ്റിക്സൊക്കെ സംസാരിച്ചു. ലാസ്റ്റ് ചോദിച്ചു വടിയിടൂ, നിങ്ങളൊക്കെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞങ്ങളൊക്കെ MP-മാരും മന്ത്രിമാരും ഒക്കെ അല്ലേ, ഞങ്ങൾ MP-മാരാണ്. അല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അല്ല, ഞങ്ങൾ പൊളിറ്റിക്സിലാണ്. അത് മനസ്സിലായി, അത് നമുക്കറിയാലോ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. എന്താണ്, അവർക്കാർക്കും ജോലിയൊന്നുമില്ല, അവരൊക്കെ ഫുൾ ടൈം പൊളിറ്റീഷ്യൻസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് വേറെയാണ്. അദ്ദേഹം രാവിലെ കൃഷിയിടത്ത് പോകുന്നു, അതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്, രാഷ്ട്രപിതാവ് എന്നുള്ള നിലക്കുള്ള സംഗതികളിൽ ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേറെ ജോലിയുണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഫുൾ ടൈം ഇതിൽ എൻഗേജ്ഡ് ആകുന്ന ഒരാളേക്കാൾ ഒരുപക്ഷെ എഫക്റ്റീവ് ആവുക സ്വന്തമായിട്ട് മറ്റ് പ്രോഗ്രാംസ് ഉണ്ടാവുകയും എന്നാൽ അതിൻ്റെ അനുഭവങ്ങൾ കൂടി മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ട് അതിനെ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ എന്നുള്ളതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ പല യുവാക്കൾ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ യുവാക്കളൊക്കെ മത്സരിച്ച് ജയിച്ചത് അവർക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നല്ല ജോലികൾ ഉണ്ടായിരുന്നു. ആ ജോലികളൊക്കെ രാജിവെച്ചിട്ട് സമൂഹത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഒരു സാമൂഹികമായിട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയും MLA-മാരായിട്ടുള്ളവരും ഉണ്ട്. അതല്ലേ, അതായത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മിഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ
ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ കാണുന്നത്, എനിക്ക് ന്യൂയോർക്ക് നഗരത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രാജ്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, അമേരിക്കയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, അതെനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ അതൊരു ടൈം ബൗണ്ട് പ്രൊജക്റ്റാണ്. ഞാൻ ചെറുപ്പം മുതലേ ക്യാമ്പസിൽ മുദ്രാവാക്യം വിളിച്ച് വരേണ്ടതില്ല അതിന്. എൻ്റെ കയ്യിൽ ആ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷനിൽ മത്സരിക്കുന്നു. 4 വർഷമോ 5 വർഷമോ 10 വർഷമോ ആ പ്രൊജക്റ്റ് നടപ്പിലാക്കിയിട്ട് ഞാൻ റിട്ടയർ ചെയ്യുന്നു. ഞാനൊരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ അല്ല. എനിക്ക് ഫുൾ ടൈം അതിൽ എന്നെ ആരും സഹിക്കേണ്ടതില്ല. സടകൊഴിഞ്ഞ സിംഹം അദ്ദേഹത്തിൻ്റെ ചരിത്രം വെച്ചുകൊണ്ട് ജനങ്ങൾ നമ്മളെ താങ്ങി നടക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഏജൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഒബാമ 58-ാമത്തെ വയസ്സ് റിട്ടയറായി. ട്രംപ് തുടങ്ങുന്ന 70 വയസ്സിന് ശേഷമാണ് അയാളുടെ പൊളിറ്റിക്കൽ കരിയർ തുടങ്ങുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഏജ് ഒരു കൃത്യമായ മാനദണ്ഡമൊന്നുമല്ല. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളിപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ നല്ലൊരു പെർസെൻറ്റേജ് ആളുകൾ പാർട്ടി ബേസിൽ തന്നെയായിരിക്കും വോട്ട് ചെയ്യുന്നത്. അതിനല്ലാത്ത ഒരു ചെറിയ വിഭാഗം മാത്രമായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലത്തെ മറ്റ് ചില പോയിന്റുകളിലേക്ക് ചിന്തിച്ച് പോകുന്നുണ്ടാവും. അപ്പോൾ അവരോട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഏജ് പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ഏജ് ഒരു വിഷയം എന്ന് പറയുന്നത് ഒരാളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നന്നാവുന്ന ആളുകളുണ്ട്, മോശമാവുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇപ്പം തന്നെ നമുക്ക് പല ആളുകളെയും പല പൊളിറ്റീഷ്യൻസും അവർ ഏറ്റവും പുതിയ തലമുറയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ വരാറുണ്ട്. ഇത് നമ്മൾ മാനസികമായി പ്രായമാവാതിരിക്കുക എന്നുള്ളതാണ്. മറ്റേ നമ്പറിൻ്റെ ഏജ് കൂടിയാലും പ്രശ്നമല്ല, മാനസികമായി പ്രായമാവാതിരിക്കുന്നവർക്ക് മത്സരിക്കാമെന്നാണ് എനിക്ക്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇപ്പൊ തലമുറ മാറ്റം എന്ന് പറയുന്ന ഒരു സംഭവം, ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ യുവജന സംഘടനകൾ പറയുന്നത് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് പറയാറുണ്ട്. കാരണം എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ വരുന്നതിന് വേണ്ടി തന്നെയാണ് ആ ഒരു സംഭവം വരുന്നത്. പക്ഷേ ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ട ഒരു പോസിറ്റീവായ സംഗതി, എല്ലാ പാർട്ടികളും ഒരുപാട് യുവാക്കളെയും പുതിയ മുഖങ്ങളെയും രംഗത്ത് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മണ്ഡലത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മണ്ഡലത്തിൽ കൂടുതൽ അറിയപ്പെട്ട ആളുകളെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കുറേ പുതിയ ആളുകളെ, മുമ്പൊക്കെ ആണെങ്കിൽ സംസ്ഥാനതല രാഷ്ട്രീയ നേതാക്കളെ ഷുവർ സീറ്റുകളിൽ കൊണ്ടുപോയി വെക്കും. അവർക്ക് ആ മണ്ഡലമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകും, പക്ഷെ അവർ ആദ്യമായിട്ടായിരിക്കും അവിടെ പോകുന്നത്. ഇപ്രാവശ്യം അങ്ങനെയുള്ളത് കുറവാണ്. അതാത് മണ്ഡലത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരെ കൂടുതലായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ ഒരു ചുറുചുറുക്കും പുതിയ കാഴ്ചപ്പാടുകളും, എന്നാൽ പ്രായമുള്ള പക്വതയുള്ള ആളുകളുടെ ഒരു പക്വമായ സൂപ്പർവിഷനും, ഇത് രണ്ടും യോജിക്കുമ്പോഴാണ് നല്ല റിസൾട്ടുകൾ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ നമുക്ക് അയാളെ പേഴ്സണലി അറിയാം. അയാൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞ് തീരുമാനിക്കാം. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ നിയമസഭയിലേക്ക് വരുന്ന സമയത്ത് പാർട്ടിയാണ് ഒരാളെ തീരുമാനിക്കുന്നത്. ഇദ്ദേഹം എത്രത്തോളം നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി ഒരു ഗുണമാകും എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ജനങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാം, എന്താണ് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനായിട്ട് ജനങ്ങൾ തീരുമാനിക്കുന്നു. എനിക്ക് തോന്നുന്നു അതുപോലൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഉറപ്പായിട്ടും വേണ്ടതാണ്. ജനങ്ങൾക്ക് നേരിട്ട് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് പോലെ ജനങ്ങളെല്ലാവർക്കും ഒരു എന്താ പറയുക, കുറച്ചധികം ചോദ്യങ്ങളുണ്ടാകും. ആ മണ്ഡലത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങളുണ്ടാകും. 3 സ്ഥാനാർത്ഥികളാണെങ്കിൽ 3 സ്ഥാനാർത്ഥികളോടും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പം മാലിന്യ പ്രശ്നമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് NDA സ്ഥാനാർത്ഥിക്ക് എന്താണ് പറയാനുള്ളത്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അതിനൊരു മുൻകരുതലുണ്ടാകും. അദ്ദേഹം വേറെ രീതിയിലായിരിക്കും പറയുന്നുണ്ടാവും. എന്നാൽ ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേറെ രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്, അദ്ദേഹത്തിന്റെ വിഷൻ എന്താണ്, എൻ്റെ മണ്ഡലത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലത്തെക്കുറിച്ച് അദ്ദേഹം കാണുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കും. സംവാദ സംസ്കാരമാണ് ശരിക്കും വരേണ്ടത്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിൽ മൈക്ക് കെട്ടി പിന്നെ വലിയ അനൗൺസ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ വോട്ടർമാരിലേക്ക് അത് എത്തുമായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഡിവൈസുകളുണ്ട്. ഒരു അടച്ചിട്ട മുറിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വളരെ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവായ ഒരു സംവാദം നടന്നാൽ, ഇപ്പോൾ ഞാൻ ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്, പ്രശ്നങ്ങൾ ഇതാണ്, അതിനുവേണ്ട പരിഹാരങ്ങൾ ഇതാണ്, അതിനുള്ള സോഴ്സുകൾ, ഫണ്ടുകൾ ഞാൻ കണ്ടെത്തുന്നത് ഇതെങ്ങനെയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെ ഡെവലപ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കുട്ടികൾക്ക് എന്താണ് ഉണ്ടാവുക, സ്ത്രീകൾക്ക് എന്താ, ഇങ്ങനെ കൃത്യമായൊരു പ്രസൻറ്റേഷൻ നടത്താനും അത് പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചും ഡിബേറ്റ് ചെയ്തും ഇത് മുഴുവൻ മണ്ഡലത്തിൽ മുഴുവൻ ആളുകൾക്ക് ഇപ്പോൾ ഡിവൈസ് വഴി കാണാനുള്ള സൗകര്യമുണ്ട്. വലിയ തോതിൽ തിരഞ്ഞെടുപ്പ് ചെലവ് ചുരുക്കാനും അതോടൊപ്പം തന്നെ വളരെ ക്വാളിറ്റേറ്റീവ്, അനാവശ്യമായ വൈകാരികമായ പ്രചരണത്തിനപ്പുറം വളരെ ക്വാളിറ്റേറ്റീവായ പ്രചരണങ്ങൾ നടത്താനും ഒക്കെ അത് ഉപകാരപ്പെടും. അതിലേക്ക് മെല്ലെ മെല്ലെ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം കൂടി മാറുന്നുണ്ടെന്നാണ്. കേരളത്തിന് രാജ്യത്ത് തന്നെ അതിലൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റും. സാക്ഷരതയിലൊക്കെ ഏറ്റവും മുമ്പുള്ള സംസ്ഥാനം എന്നുള്ളതൊക്കെ ആ ഒരു കൾച്ചർ കൊണ്ടുവന്നാൽ ക്രമേണ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇലക്ഷനുകളിലും അത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് രാജ്യത്ത് വളരെ പോസിറ്റീവായൊരു മാറ്റമാവുകയും കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാഴ്ചപ്പാടും വിഷനൊക്കെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ, അതായത് ആ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം,
കൃത്യമായിട്ട് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കണം. അങ്ങനെയൊക്കെ തയ്യാറാക്കണമെങ്കിൽ അല്ലെങ്കിൽ പഠിക്കണമെങ്കിൽ, അതായത് ഈ ഇപ്പോഴത്തെ ഇലക്ഷൻ കഴിയും, 26 ഇലക്ഷൻ കഴിയുന്നു, ഇനി മത്സരിക്കാൻ പോകുന്ന സാധ്യതയുള്ളവർ ഒരു 2 വർഷം കഴിയുമ്പോഴെങ്കിലും, അവസാനത്തെ ഒരു 3 വർഷത്തിന് ഇടയിലെങ്കിലും ആ മണ്ഡലത്തിൽ ഇറങ്ങി കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് വിലയിരുത്തി, 3 പാർട്ടിക്കാർ ഏതൊക്കെ പാർട്ടി മത്സരിക്കുന്നോ അവരെല്ലാവരും അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമല്ലേ അതിനെക്കുറിച്ചുള്ള മുന്നോട്ടുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ പഠിക്കണമെങ്കിൽ മൊത്തത്തിൽ അവർക്കൊരു കാഴ്ചപ്പാട് കൂടി വേണം. ഒരു ലോകവീക്ഷണം വേണം, എന്താണ് ലോകത്ത് നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, മിഡിൽ ഈസ്റ്റിലൊരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അത് നമ്മുടെ അടുക്കളകളെ, കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെ അടുക്കളകളെ ബാധിക്കുന്നു എന്നുള്ള അങ്ങനെ ഒരു ഗ്ലോബൽ ഔട്ട്ലുക്ക് ഉള്ളവർ കൂടിയാവണം നമ്മുടെ സ്ഥാനാർത്ഥികൾ. എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? ഇപ്പോൾ മൈഗ്രേഷൻ കേരളത്തിൽ ഉള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ്. യുവാക്കൾ വ്യാപകമായിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്. എന്തുകൊണ്ട് പോകുന്നു? അവരെങ്ങനെ പിടിച്ചു നിർത്തേണ്ടതുണ്ടോ? അവർ പോയാൽ അതിൻ്റെ ഗുണം എന്താണ്? ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവർക്ക് എൻ്റെ മണ്ഡലത്തിൽ, എൻ്റെ ടൗണിൽ, എൻ്റെ വില്ലേജിൽ, എൻ്റെ വീട്ടിൽ അതിനനുസൃതമായിട്ട് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ പറ്റും. പൊതുവിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ അത്യാവശ്യം എഡ്യൂക്കേഷൻ അല്ലാത്ത ആൾക്കാർ പോലും ഈ ഒരു വിഷയത്തിൽ ചിലപ്പോൾ അവർ വളരെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഭയങ്കര നോളജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിൻ്റെ സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ സിസ്റ്റം വളരെ ഇതാണ് പറയേണ്ടത്. അതായത് പൊളിറ്റീഷ്യനാണ് എപ്പോഴും മുകളിൽ, എൻ്റെ തൊട്ട് താഴെയാണ് ബ്യൂറോക്രസി നിൽക്കുന്നത്. ബ്യൂറോക്രസി എഡ്യൂക്കേറ്റഡ് ആണ്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ്, അവർക്ക് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നയരൂപീകരണത്തിൽ ജനങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത രാഷ്ട്രീയക്കാരാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. മറ്റു വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നം. അതുകൊണ്ട് 10ാം ക്ലാസ് തോറ്റൊരു മന്ത്രിയായിരിക്കും സിവിൽ സർവീസുകാരനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു പരിധി വരെ അതിന് ഗുണങ്ങളുണ്ട്. അതൊരു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഗുണപരമായൊരു വശമാണ്. ചിലപ്പോഴൊക്കെ അതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി. നമ്മളിപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഓരോരുത്തരോടും ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ ഒരു ദിവസം ഇന്ന് വോട്ടാണ്, ഇന്നത്തെ ദിവസം പോയി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും ദിവസങ്ങൾ നമുക്ക് മുമ്പിൽ ബാക്കിയുണ്ട്. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവരുടെയും ഫോണിൽ മുൻപുള്ള ഡേറ്റാസൊക്കെ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യുക, നിങ്ങളുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു MLA അവിടെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു, എന്തൊക്കെ അതിൽ പ്രാവർത്തികമാക്കാൻ പറ്റി, എന്തൊക്കെയാണ് നടന്നത് ഈ 5 വർഷത്തിനുള്ളിൽ. നമ്മുടെ MLA, അത് ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, അദ്ദേഹം അവിടെ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് വിലയിരുത്താൻ ഇപ്പോൾ എല്ലാവർക്കും സാധിക്കും, ഏതൊരു മനുഷ്യനും സാധിക്കും. അതൊന്ന് വിലയിരുത്തി സീരിയസ് ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ നമ്മളുടെ ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ അല്ലാണ്ട് ഞാൻ ഇന്നതാളാണ് അതുകൊണ്ട് ഇന്നതിന് ചെയ്യുന്നു എന്നതിൽ നിന്ന് മാറ്റി ചിന്തിക്കുക. കാരണം അങ്ങനെ ചെയ്താൽ പിന്നെ ഇലക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ എന്തായാലും ഇത് ആണ് ഫിക്സ്, നമ്മൾ എണ്ണി എടുത്താൽ മതിയല്ലോ, എത്ര പേര് ഈ ആൾക്കാരുണ്ട് എന്നുള്ള എണ്ണി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇലക്ഷൻ നടത്തുന്നത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ്. അതെ, ശരിക്കും ഈ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇപ്പോൾ MLA ആയി കഴിഞ്ഞാൽ ഒരു MLA ആകാൻ അല്ലെങ്കിൽ ഒരു മന്ത്രിയാകുന്ന ഒരാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ കറപ്ഷൻ ഇല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങൾ അവരുടെ ഓരോ ആവശ്യങ്ങളും അത് കൃത്യമായി കേട്ട് അത് ശരിയാക്കി കൊടുക്കുന്ന ഒരാളാണോ യഥാർത്ഥ ഒരു MLA അല്ലെങ്കിൽ ഒരു പറഞ്ഞ മന്ത്രി എന്ന് പറയാൻ? ഒരു പാർട്ടിയായിരിക്കും മിക്കവാറും ഒരു പ്രതിനിധീകരിക്കുന്നത്. ആ പാർട്ടിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഉണ്ടാവും, ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ടായിരിക്കും അവർ പ്രവർത്തിക്കുക. അതുണ്ടായിരിക്കെ തന്നെ ഈ പാർട്ടിക്കകത്ത് കൊള്ളരുതായ്മകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ വിമതനാവേണ്ടതില്ല, ചൂണ്ടിക്കാണിക്കാൻ തീർച്ചയായും, കാരണം ഇയാൾ കൂടി ഉൾപ്പെട്ടതാണല്ലോ പാർട്ടി. അങ്ങനെ കപ്പാസിറ്റി ഉള്ളവർ കൂടി ആയിരിക്കണം. ഇല്ലെങ്കിൽ പാർട്ടിയുടെ തെറ്റായ നിലപാടുകൾ മണ്ഡലത്തിലെ ജനങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പോൾ പാർട്ടി അന്ധമായി ഉണ്ടാകും. അപ്പോൾ അതേസമയം അത് പാർട്ടിയുടെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എൻ്റെ മണ്ഡലത്തിൽ അത് ശരിയല്ല എന്ന് പറയാൻ കൂടി കഴിയുന്ന നേതൃഗുണമുള്ള ഒരാളായിരിക്കണം ഒരു MLA എന്ന് പറയുന്നത്. പിന്നെ അയാളൊരു വിഷണറി ആയിരിക്കണം. അയാൾക്ക് അയാളുടെ മണ്ഡലത്തെക്കുറിച്ച്, മണ്ഡലത്തിലെ ജനങ്ങളെക്കുറിച്ച്, അവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാട് ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഗ്ലോബലി തിങ്ക് ചെയ്യുകയും ഗ്ലോബൽ ഔട്ട്ലുക്ക് ഉണ്ടാവുകയും എന്നാൽ ലോക്കലി നന്നായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ നല്ല നീതിബോധം ഉണ്ടാവണം. ആ നീതിബോധം ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ വളരെ അടുത്തൊരു പാർട്ടിക്കാരൻ അയാളുടെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അയാളുടെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുമ്പോൾ അയാളുടെ ഭാര്യയേക്കാൾ അർഹനായ അല്ലെങ്കിൽ അർഹയായ ഒരാളുടെ ജോലി ഇത് കാരണം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ഒരു നീതിബോധം അയാൾ അലട്ടണം. ഇല്ലെങ്കിൽ അയാൾ സ്വജനപക്ഷപാതിയായി മാറും. അത് അഴിമതിയാണല്ലോ, കാശ് വാങ്ങുന്നത് മാത്രമല്ലല്ലോ അഴിമതി. അപ്പോൾ ഈ ഒരു ബോധമുള്ളവർ, പിന്നെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും വേണം. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി വേണം. പിന്നെ അയാൾ ശരിക്കും ആ മണ്ഡലത്തിൻ്റെ ഒരു രാജാവാണ്. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അയാൾ കഴിയണം. അയാൾ അവിടെ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, ചെറിയ സ്വത്ത് തർക്കം തൊട്ട് അതിന് മുഴുവൻ നേതൃത്വം കൊടുക്കാൻ അയാൾക്ക് കഴിയാന്നുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. ഇന്ത്യ വലിയൊരു രാജ്യമാണ്. പിന്നെ പഞ്ചായത്തുകൾ, ഖാപ് പഞ്ചായത്തുകളൊക്കെയാണ് പല പ്രശ്നങ്ങളും കോടതിയിലെത്തുന്നതിന് മുമ്പ് പരിഹരിക്കുന്നത്. അതൊക്കെ നല്ല കഴിവുള്ള ഒരു MLA ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും.
അപ്പോൾ ഇതൊക്കെയുള്ള ഒരാളെയാണ് ശരിക്കും സ്ഥാനാർത്ഥിയായി നമുക്ക് ലഭിക്കേണ്ടത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് ശരിക്കും വിജയിക്കേണ്ടത്. ഈ പറഞ്ഞതെല്ലാം ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലെ MLA ആരായിരിക്കണം, നമ്മളെ നയിക്കേണ്ടത് ആരായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ചെയ്യാം.